ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. ഓക്കെ, സോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വേറെ ഒന്നുമല്ല. ഐ വോണ്ടഡ് ടു ഷോ യു സംതിങ്. ഐ ഡു ഹാവ് കപ്പിൾ ഓഫ് ഐഡിയാസ് ഇൻ മൈ മൈൻഡ് ഓരോ വീഡിയോസ് ചെയ്യാനായിട്ട്. ബട്ട് പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ എന്നെ പറ്റിച്ചിട്ടില്ല. പാവം, അതിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോണിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇതിൽ കയറ്റാമെന്ന് വിചാരിച്ചു, ഗൂഗിൾ ഫോട്ടോസിൽ. അപ്പോഴാണ് മനസ്സിലായത് ഗൂഗിൾ ഫോട്ടോ അതിനേക്കാളും ആവശ്യമായ നിലയിലാണ്. ബിക്കോസ് ഞാൻ ഫോൺ വാങ്ങിച്ചത് 2019 ഏകദേശം 2019 മുതൽ ഇതുവരെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട്. അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം അപ്പം എൻ്റെ ഫോണിൽ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. ഞാൻ കുറച്ച് ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോണതൊക്കെ. പക്ഷെ അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല, സപ്പോർട്ട് ചെയ്യണില്ല, ആകെ മൊത്തം ഹാങ് ആവുക. കാരണം എൻ്റെ എന്താ പറയുക, ഇൻഷോട്ടിന് പോലും എഡിറ്റ് ചെയ്യുക അതൊന്നും സഹിക്കാൻ പറ്റണില്ല. മൊത്തം ഫുൾ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫോണിൽ നിന്ന് ഗൂഗിൾ ഫോട്ടോസിൽ നോക്കാൻ നോക്കി അവിടെ നിറഞ്ഞിരിക്കുക. കാരണം 2019 മുതലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നില്ല. കാരണം ഇപ്പം എനിക്ക് അന്നത്തെ വീഡിയോസ് പോയി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അപ്പോഴത്തെ ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഏകദേശം എല്ലാം സോർട്ട് ചെയ്തിട്ടുണ്ട്, വേറെ ക്ലൗഡൊക്കെ എടുത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഐ എം ഗുഡ് ടു ഗോ. എനിക്കിനി കുറേ വീഡിയോസ് ചെയ്യാം. ആൻഡ് സോ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഐബ്രോസ് ഒക്കെ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സൗന്ദര്യം കുറവുണ്ടാവും. പിന്നെ സൺലൈറ്റ് ഒന്നും ഇല്ല. ഞാനിവിടെ ഈ ബാൽക്കണിയിൽ വന്നിരിക്കുന്നത് തന്നെ കുറച്ച് ലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ സൺലൈറ്റ് ഒന്നും ഇല്ല. കാരണം ക്ലൈമറ്റ് ഇപ്പോൾ മാറി, വിൻ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഐ ഗോട്ട് എ ഗിഫ്റ്റ്. നരച്ചുപൊടി എവിടെ തിരിഞ്ഞാലും പ്രശ്നമാണല്ലോ. ഓക്കെ, സാരല്ല, പോട്ടെ. ഇതൊക്കെ നമ്മുടെ സൗന്ദര്യമാണ്. ഇതിനെയൊക്കെ നമ്മൾ എംബ്രേസ് ചെയ്യണം. ഓക്കെ, അതെന്തെങ്കിലോട്ടെ. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് കാണണോ? ലെഗോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു ഫ്ലവറാണ്. ഫ്ലവർ അല്ല, എനിക്കൊന്ന് ഫ്ലവർ പോട്ടും ഫ്ലവറൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു ചെടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ആസ് എ ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ വിവോ എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ, ഇതെങ്ങാനും എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ നിന്നെ കൊല്ലും, അങ്ങനെയായിരുന്നു എൻ്റെ റിയാക്ഷൻ. കാരണം ഇത് നോക്കിയപ്പോൾ ഞാൻ നോക്കി 9+ ഇയേഴ്സിൻ്റെ കുട്ടികൾക്ക് കൊടുക്കണ ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടമാണല്ലേ ഇത്. എന്തിനാ എനിക്കൊരു കളിപ്പാട്ടം തരണത്? എനിക്ക് കളിപ്പാട്ടത്തിൻ്റെ ആവശ്യമില്ല, ഇത്രയും പൈസ കൊടുത്ത് ഇതൊന്നും വാങ്ങിക്കണ്ട എന്നായിരുന്നു എൻ്റെ റിയാക്ഷൻ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു പൂവാണ്, ഞാൻ ഒരു പൂവ തരുവാണ്, ഇത് നീ എടുത്ത് വെക്കണോ, അത് നിനക്ക് വലിച്ചെറിയണോ, അത് നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൂവായിരുന്നു, ഓക്കെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ എനിക്ക് വേണ്ട എന്തിന് ഇതൊക്കെ വാങ്ങിച്ച് പൈസ കളയണേ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. പക്ഷെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഇതുവരെ ഇത് തുറന്നില്ല. കാരണം ഐ തോട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ്. സോ എനിക്ക് ആദ്യമായിട്ട് ഒരു ഫ്ലവറൊക്കെ എനിക്ക് വാങ്ങി തന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എനിക്കൊരു ഫ്ലവർ വാങ്ങി തന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ. ഞങ്ങളുടെ ആദ്യത്തെ ഫൈറ്റായിരുന്നു അത്. എന്തോ പറഞ്ഞിങ്ങനെ എനിക്ക് ഞാൻ കുറച്ച് അനോയ്ഡായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ വഴക്കിട്ട് ഞാൻ മിണ്ടില്ല പിന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഓഫീസിൽ പോയി.
ഓഫീസിൽ പോലെ ഞാൻ വഴക്കിട്ടു, മിണ്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിവേക് എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് ഒരു ബൊക്കയും കൊണ്ടാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളല്ലോ. അങ്ങനെ എനിക്ക് പൂവൊന്നും ആരും വാങ്ങിച്ചു തന്നിട്ടില്ല. ആരും വാങ്ങിച്ചു തന്നിട്ടില്ലെന്നല്ല, ആക്ച്വലി എനിക്ക് ആദ്യമായിട്ട് ബൊക്കെ തന്നത്, എനിക്ക് ആദ്യമായിട്ടൊരു ബൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ ബൊക്കെ നമുക്ക് തരുന്ന എൻ്റെ ആദ്യത്തെ വർക്ക് ആനിവേഴ്സറിക്ക് ഒരു വലിയൊരു ബൊക്കെ, ഒരു റോസിൻ്റെ ബൊക്കെയാണ് എനിക്ക് ഐശ്വര്യ വാങ്ങി തന്നത്. അപ്പം ഇതെനിക്ക് അത്ര ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല, കാരണം എൻ്റെ ബെസ്റ്റ് ആണെങ്കിൽ വലിയൊരു ബൊക്കെയൊക്കെ വാങ്ങി അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അറിയണ, നമ്മൾ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ നമുക്കൊരു ബൊക്കെ തന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഞാനാകെ ഇത്തിരി ചമ്മിപ്പോയി. ഞാൻ ഇങ്ങനെ വഴക്കിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പൂവൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ബൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ പൂവാണ് വിവോ വാങ്ങി തന്നെ. അപ്പോൾ ദിസ് ഈസ് എ ലെഗോ. അപ്പം എനിക്ക് ഞാൻ പണ്ട് പസിലൊക്കെ ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് പസിൽ ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടായതായിട്ടൊക്കെ എനിക്ക് വളരെ ചെറിയൊരു മെമ്മറി ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കാൻ പോണത് വേറെ ഉണ്ടായിരുന്നു, ബിസിനസ്സോ വേറെ എന്തോ കാറൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന ലെഗോ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടണേ. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. 358 പീസസ് ഉണ്ടെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവാണ്. സോ ഇതിലിങ്ങനെ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ലെറ്റ്സ് മേക്ക് ഇറ്റ് ടുഗെദർ ഗൈസ്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ടാസ്ക് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 358 പീസസ് ആണുള്ളത്, അത്ര എനിക്കറിയാം. ഓ ഫസ്റ്റ് അതാ ഇവർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ടണങ് ടണങ്. അപ്പോൾ നേരത്തെ പോർഷൻ ഞാൻ ഇന്നലെ എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കട്ട് വന്നു പോയി, ഞാൻ പുറത്ത് പോയിരുന്നു, അതുകൊണ്ടാണ്. സോ ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ഈ സാധനങ്ങളൊക്കെ വീണ്ടും പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓ ഷിറ്റ്, ഇതൊരു സ്റ്റിക്കറൊക്കെ ഉണ്ട് കേട്ടോ. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ദ ഷെയ്ഡ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഐ ഡു ഹാവ് ദ ബുക്ക്ലെറ്റ്, നോക്കി വായിക്കാൻ. എന്തൊരു സാധനം നേരത്തെ ഉണ്ടായിരുന്നു. എന്തായത്? എന്താ? ഓ ഞാൻ ആ കവർ പൊട്ടിച്ചു. ലൈറ്റിങ് ഇങ്ങനെ ഇവിടെ നിന്നാണ്, കാരണം ഈ ബാൽക്കണിയിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഇരുന്നാലും എനിക്ക് ടേബിളിൽ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 1 എന്ന് എഴുതിയൊരു കവറിൽ പൊട്ടിക്കണം. ഇപ്പം ഇതിൻ്റെ ഉള്ളിലും 1 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഐ ഗസ് എത്തിരി പാടാൻ തോന്നുന്നു. ഓക്കെ, കാല് കിട്ടി. കുട്ടിയുടെ കാല് കിട്ടിയിട്ടുണ്ട്. ഓ ഇതിങ്ങനെ ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. Let me just do it. ഇങ്ങനെ ഇടാറുണ്ട്. ആളുടെ തലയുണ്ട്. തലമുടിയായി പോയിട്ട് ഇൻട്രസ്റ്റിംഗ്. തല കിട്ടി ഗൈസ്. ഇത് ഫ്ലവറിൻ്റെ അല്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു അവിടെ അടുത്ത് നിൽക്കണ കുട്ടിയുടെ സാധനമാണ്. ആ കുട്ടിയുടെ ഫിഗറാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെനസ്ഡേ ആണ്. ഓക്കെ വെനസ്ഡേ റെഡിയാണ് ഗൈസ്. ഇങ്ങനെ പിന്നെ കാണിക്കുക, കാണുന്നുണ്ടോ? ഓക്കെ, വെനസ്ഡേ നിലത്ത് വീഴുന്നു. വെനസ്ഡേ നിൽക്കൂ. നിൽക്കുന്നുണ്ട്. ഓക്കെ വെനസ്ഡേ റെഡിയായി. വെനസ്ഡേയുടെ കയ്യിലൊരു വെനസ്ഡേയുടെ കയ്യിലുള്ളൊരു സാധനം. ഐ ഡോണ്ട് ഹാവ് ഇറ്റ് വിത്ത് മീ. ഇറ്റ്സ് ഓക്കേ. ഒരു വലിയ വ്ലോഗായി പോവാം. ഒരു നല്ല പണിയാണ് കേട്ടോ. Good child. I thought I got it.
1 2 3 എന്ന് കാണിക്കുന്നുണ്ട്. ഇത് കിട്ടണില്ല. ഈ ഇതിനകത്തുള്ള ഈ കുട്ടിയുടെ കയ്യിലുള്ള ഈ ഒരു ഇതാണ് കിട്ടാത്തത്. എൻ്റെ ഇത് കിട്ടി. ഓ സ്റ്റിക്കർ ഒട്ടിക്കണം. അണ്ടർസ്റ്റുഡ്. ആരാ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലെന്ന്? അതിനകത്തുള്ള സ്റ്റിക്കറാണ് കേട്ടോ. കിട്ടി. ഫസ്റ്റ് തിങ് ഇസ് ഡൺ. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഈ സാധനമായിരുന്നു, അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ ഒരു ഇതില് 2 സാധനം വെക്കാം. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇതേ കുറച്ച് ഓടിച്ചിടാം, ബോറടിപ്പിക്കാതിരിക്കാൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. സോറി, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയാണോ? പക്ഷെ ഇങ്ങനെയല്ലല്ലോ ഇവർ വെച്ചേക്കണേ. എന്താണ് ഇവരുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ ഗൈസ്, ഞാനിത് ഫുള്ളും കാണിക്കണില്ല, കാരണം ഫുൾ കാണിച്ചാൽ കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഞാനപ്പോൾ ഇങ്ങനെ അവരുടെ ഒരു എക്സ്പെരിമെൻറ്റ് സാധനം പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഈ വാഷ് ബേസിനും ബേസിൻ ഇങ്ങനെ പിടിച്ചെത്തുന്ന സാധനമല്ല, നോക്കാം നമുക്ക്. അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ 2 സാധനം, അതായത് ഇതിലെ ഈ കുട്ടീനെ റെഡിയാക്കി കഴിഞ്ഞു. ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സംഭവം റെഡിയാക്കി. വാഷ് ബേസിൻ റെഡിയാക്കി കഴിഞ്ഞു. ആൻഡ് ഇനി അടുത്ത സംഭവങ്ങൾ, പിന്നെ ഈ ഒരു സ്റ്റൂള് പോലത്തെ സംഭവം, സ്റ്റൂളിൻ്റെ മുകളിൽ വാട്ടർ ചെയ്യാനുള്ള സംഭവം റെഡിയാക്കി. ഞാനിത് നിങ്ങൾക്ക് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് എഴുതിയേക്കണ 9+ ഇയേഴ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ 9+ ഇയേഴ്സിലെ കുട്ടികളൊക്കെ ഇതിങ്ങനെ ഇരുന്ന് 9 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അങ്ങനെ ഇരുന്ന് റെഡിയാക്കുന്ന സാധനമാണ്. ഒന്നും ഈസി അല്ല ഗൈസ്. ഇടയിൽ ഇതൊരു സ്റ്റിക്കർ ഒട്ടിക്കാനും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇത് കൊള്ളാട്ടെ പരിപാടി. എനിക്ക് ലഘു ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടു. ലൈറ്റിങ് പോരാ, ഇറ്റ്സ് ഓക്കെ. ഞാൻ ആ ഫ്ലവർ ഉണ്ടാക്കുന്ന ആ ഒരു സാധനത്തിലേക്കാണ് കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്.
ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. സോ ഇതിനകത്ത് ഈ വെനസ്ഡേനെ ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് അവരുടെ ഒരു വാഷ് ബേസിൻ പോലത്തെ സാധനം, പിന്നെ അവരുടെ എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സംഭവം, ഇത്രയുമാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞേക്കുന്നത്. സോ ഇൻ ദിസ് പിക്ചർ ദിസ് വൺ ഇസ് ഡൺ, ദിസ് വൺ ഇസ് ഡൺ, ദിസ് ഡൺ, ദിസ് ഡൺ, ഇത്രയുമാണ് കഴിഞ്ഞേക്കണം. പിന്നെ ഇതിൻ്റെ എനിക്കൊന്നു ബേസ് ഞാൻ ഉണ്ടാക്കി, ഫ്ലവർ പോട്ടിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി റെസ്റ്റ് സെക്കൻഡ് കവറിലാണുള്ളത്. ഐ തിങ്ക് ഇതാണ് ഈ സെക്കൻഡ് പാക്കറ്റ് പൊട്ടിക്കണം. അപ്പോൾ ബ്രേക്ക് ചെയ്താണ് ഉണ്ടാക്കുന്നത്, വർക്കുണ്ട്. അടുത്ത എനിമി ഞാൻ ഉണ്ടാക്കുന്നത് സോ സെക്കൻഡ് ഡേ ആയി. ഓ ഗോഡ്, ഞാൻ പൂ ഉണ്ടാക്കി കഴിഞ്ഞു. പൂവിൻ്റെ ഇതളുകൾ കുറച്ച് ലൈറ്റാണെങ്കിൽ ഭയങ്കര ലൈറ്റ്. ഗൈസ്, അങ്ങനെ നമ്മുടെ പൂ റെഡി ആയിരിക്കുകയാണ്. സോ പൂവ് ഇലകളൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്താ നോക്കട്ടെ. സോ ഗൈസ്, ഫസ്റ്റ് ഇതളിൻ്റെ സെറ്റ് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ സെറ്റ് ഇതളുണ്ടാക്കി. എനിക്കൊന്ന് ഓരോരോ ലെയർ ആയിട്ട് വെക്കാനാണ്. ഇത് ഞാൻ ഇനി ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോവാം. ഞാൻ ശരിക്കും 9 വയസ്സുള്ള കുട്ടികൾ ഇതിരുന്ന്, അപ്പം എനിക്ക് കുറച്ചുകൂടി എനർജി ഉണ്ടാവും രണ്ട് സെറ്റ് ഇതളായി. ഇനി അടുത്ത് ഇതിൻ്റെ ഭംഗി കൂട്ടൻ പരിപാടികളിലേക്ക് കടക്കാം. ഒരു സെറ്റ് ഇതളും കൂടി ഉണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് ഈ പരിപാടി ഉണ്ട്. ഫൈനലി ഇന്നലെ രാവിലെ തുടങ്ങിയ വ്ളോഗ് ഇന്നാണ് തീർന്നത്. എൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. സോ ഇതാണ് ആ പോട്ടും ആ ഒരു ഫ്ലവറും.
ആൻഡ് ഇത് തുറക്കുമ്പോൾ വി ഹാവ് Wednesday and her room inside. I hope you can see it. ഇത് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സമയമായിട്ടോ. അത്ര ഈസി അല്ല ഇതിൻ്റെ നോക്കി അതളുകളൊക്കെ. സോ ദിസ് ഇസ് എ flower pot or something which Vivo gifted me and I'm loving it. തുടക്കത്തിൽ കുറച്ച് സില്ലിയായി തോന്നിയെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ചെയ്യുമ്പോൾ ഇങ്ങനെ വേറെ ഒന്നും ആലോചിക്കാണ്ട് കുറച്ചിങ്ങനെ ഇതിൽ ഫോക്കസ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി എനിക്ക്. വിച്ച് ഐ ലവ് ഇറ്റ്. മേ ബി ഐ മൈറ്റ് ബൈ മോർ Legos in future. So yeah, if you guys like my video, please like, comment. കമൻറ്റും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. And yeah, that's it. Bye bye.